ഹലോ ഗായ്സ്, ഇന്ന് ജൂൺ 6, 2024. എൻ്റെ വൈകമോക്ക് 6 വയസ്സ് തികയുന്ന ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവളെ കൊണ്ടൊരു ചെറിയ ടോയ് ഷോപ്പിൽ പോയി. ഇന്ന് അവളുടെ ദിവസമല്ലേ, അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് ചെയ്താലും അവൾക്ക് താല്പര്യമുള്ള കാര്യമാകുമ്പോൾ കുഞ്ഞിന് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടോയ് ഷോപ്പിൽ പോയി. നല്ലൊരു ഷോപ്പായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും, കുറേ മിനിയേച്ചർ ഐറ്റംസും പിന്നെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പെട്ടെന്നുള്ള കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാം. പണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയല്ലേ, നീ എത്ര വളർന്നാലും എനിക്ക് എൻ്റെ കുഞ്ഞാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കൊരു പക്ഷേ അപ്പം മനസ്സിലാവത്തില്ല. നമുക്കൊരു മോനോ മോളോ ഒക്കെ ഉണ്ടായിട്ട് അവരോരോ വയസ്സായിട്ട് വളരുമ്പം നമുക്ക് എപ്പോഴും അവർ ജനിച്ച് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർന്ന് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു ഫേസ് ആയിരിക്കും നമുക്ക് എപ്പോഴും. എക്സൈറ്റ്മെൻറ്റിലാണ് അവള്. ആക്കിയിട്ട് നോക്ക്. പിങ്ക് എടുക്ക്. പിങ്ക് അല്ലേ നിനക്കിഷ്ടം? അത് മതി, അതങ്ങ് വെക്ക്. അത് എടുക്കരുത്. പിങ്ക് നോക്ക്, പിങ്ക് നോക്ക്. യൂണിക്കോണിന്റെ ഏതാ? അത് ബേബിയുടെ കട്യൂസൊക്കെ, അതൊക്കെ സ്മോൾ ബേബീസിന്റെ. ഇത് വേണോ മോനെ? ഇത് വേണോ മോനെ? മോള് നോക്ക്. ഇത് വേണ്ട അന്നേരം. ഇതോ? ഞങ്ങൾ 3 പേരും വീട്ടിൽ നിന്ന കോലത്തിൽ തന്നെ കേട്ടോ ഇറങ്ങി വന്നത്. കാരണം പെട്ടെന്ന് വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനാണ്, അല്ലെങ്കിൽ ഷോപ്പിൽ പോകണമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കോട്ടൻ്റെ പുറത്ത് ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ പോകുമായിരിക്കും. അവിടെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ പോകുന്നത്. എൻ്റെ കണ്ണെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. സത്യം പിന്നെ പണ്ടൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ട് ടോയ്സൊക്കെ ഒരുപാട് ഇങ്ങനെ അടുക്കി വെക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരം ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, വൈകിയുടെ ബർത്ത്ഡേ പാർട്ടി. നമ്മളൊരു റെസ്റ്റോറൻറ്റിലാട്ടോ വെച്ചത്. കാരണം ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങളൊരു 3 ഫാമിലീസേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുവാണ്. അതായത് പോസ്റ്റിംഗ് ഔട്ടായി, ചിലവരൊക്കെ ഇവിടെ ഇല്ല, ലീവൊക്കെ പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു റെസ്റ്റോറൻറ്റിൽ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ
പുറത്താണ് നടത്തിയത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം ഇപ്പോൾ 500 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി ഞാൻ കുറേ ഷോർട്സും വീഡിയോസും ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വിച്ചു ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ അല്ലാതിരിക്കുന്ന ഒരു സമയം കേട്ടോ. കാരണം വെച്ചാൽ വിച്ചുന് വാ തുറക്കാൻ പറ്റത്തില്ല. വായിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം വായൊക്കെ പൊട്ടിയിരിക്കുക. കാരണം ഇവിടെ ഭയങ്കര ചൂടുള്ള ഒരു ടൈമാണ് ഇവിടെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉണ്ട്. ഇവിടെ എങ്ങനെയാണോ തണുപ്പ് അതിൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ ചൂടും. എങ്ങനെയാണോ തണുപ്പ് അതുപോലെ തന്നെ ചൂടും. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്നുള്ള വേരിയേഷൻ ആകുമ്പോൾ ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വന്നു. ജെൻസൊക്കെ ബിയറൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് അവർ സമാധാനമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സ്റ്റാർട്ടർ അവിടെ ഇരുന്ന് കഴിച്ചു പുറത്തിരുന്ന്. കാരണം നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു, മഴ പെയ്യുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിരുന്ന് സ്റ്റാർട്ടറൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ അകത്ത് കയറിപ്പോയി കേട്ടോ. കാരണം മഴയെങ്ങാനും പെയ്താലോ എന്ന് വെച്ചിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മഴ അന്ന് പെയ്തില്ല. എന്നാൽ നമ്മൾ അകത്ത് പോയെന്ന് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം, ഇനി എങ്ങാനും പെയ്താലോ എന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. അങ്ങനെ വൈഗയുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്ക് 500 ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ 500 ആവും, ഹാഫ് മോണിറ്റൈസേഷൻ ആവുമെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അത് ഒന്ന് അറിയാനായിരുന്നു, എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.